ലോകം കണ്ട ആണുങ്ങൾ മുഴുവനും അഹ്ലു ബൈത്താണ്. ലോകം കണ്ട ആണുങ്ങളൊക്കെ അഹ്ലു ബൈത്താണ്. ലോകം കണ്ട ആണുങ്ങൾ മുഴുവനും അഹ്ലു ബൈത്താണ്. ലോകം കണ്ട ആണുങ്ങൾ. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മനസ്സിലായോ പറഞ്ഞത്? അഹ്ലു ബൈത്തല്ലേ? ഖദീജയുടെ കുട്ടിയാണ്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അൽ-റിഫായി മിൻ അഹ്ലി ബൈത്തിൻ നബിയിൽ മുസ്തഫ മിൻ ഔലാദി മിൻ അഹ്ഫാദി ഖദീജ. ഖദീജയുടെ പേരക്കുട്ടികളാണ്. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി മിൻ അഹ്ഫാദി ഖദീജ. ഖദീജയുടെ പേരക്കുട്ടിയാണ്. അവരാണ് സുൽത്താനുൽ ഹിന്ദ്. മനസ്സിലായില്ല? ഇന്ത്യയിലെ സുൽത്താൻ, ആത്മീയ രംഗത്ത് ഇന്ത്യയിലെ സുൽത്താൻ ആരാ? ഖാജ. ആരെ പേരക്കുട്ടിയാ? ഖദീജയുടെ. പറഞ്ഞത് മനസ്സിലായോ? 1800-ലേറെ കൊല്ലമായി ബഹുമാനപ്പെട്ട ഖാജ അവിടെ കിടക്കണം റളിയല്ലാഹു അൻഹു. ചിന്തിക്കണേ. ഖാജ അവിടെ കിടക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ സുൽത്താനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഖാജയാണ്. സലീം ചിശ്തിയുടെ അടുത്തേക്ക് ചെന്നു. അക്ബർ രാജാവ്, എനിക്ക് കുട്ടിയില്ല എന്ന് പറഞ്ഞു. കുട്ടികളില്ലാതെ ഞാൻ കല്യാണം കഴിച്ച് കുറെ കാലമായി, കുട്ടികളുണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ സലീം ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു, അത് രാജാവിനോട് പോയി പറയാം, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അക്ബർ അത്ഭുതപ്പെട്ടു, ഞാനല്ലാത്ത ആരാ അവിടെ രാജാവ്? അക്ബർ സമയം പകച്ചിങ്ങനെ നോക്കിയപ്പോൾ സലീം ചിശ്തി തങ്ങൾ പറഞ്ഞു, ഈ അല്ലട രാജാവ്, രാജാവ് അജ്മീറിലാണ്. ഇന്ത്യയിൽ എക്കാലത്തെയും രാജാവ് ഖിയാമത്ത് നാൾ വരെ അജ്മീർ കിടക്കുന്ന ആളാ രാജാവ്, അവിടെ പോയി പറ. അജ്മീറിലേക്ക് സിയാറത്തിന് പോയി അക്ബർ ചക്രവർത്തി തിരിച്ചു വന്നു. ആ വർഷം ഭാര്യ ഗർഭം ധരിച്ചു. അതിൽ ജനിച്ച കുട്ടിയാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ അസൽ പേര് സലീം എന്നാ. സലീം ചിശ്തിയുടെ ഉപദേശപ്രകാരമാണ് ഈ അക്ബർ എങ്ങോട്ട് പോയത്? ഖാജയെ കാണാൻ പോയത്. മനസ്സിലായത്? പറഞ്ഞു ചിന്തിക്ക്. ഏത് കാലഘട്ടം ഇന്ത്യയിലെ ഈ നൂറ്റാണ്ടുകൾ അനവധിയായി ഇവിടെയുള്ള ആത്മീയ ലോകത്തെ നേതൃത്വം മഹാനായ ഖാജക്കാണ്. ഖാജ മിൻ അഹ്ഫാദി ഖദീജ. ഖദീജ ബീവിയുടെ പേരക്കുട്ടിയാണ്. മലബാറിൽ നൂറ്റാണ്ടുകളായി നേതൃത്വം ഖുതുബുസ്സമാനാണ്. മിൻ അഹ്ഫാദി ഖദീജ. ഖദീജയുടെ പേരക്കുട്ടിയാണ്. മനസ്സിലായില്ല? മമ്പറത്ത് കിടക്കുന്ന ആളാണ് ഇവിടുത്തെ സുൽത്താൻ. മലബാറിലെ സുൽത്താനാണ് ആര്? അവരാണ് ഇവിടുത്തെ ആത്മീയ ലോകത്തെ സുൽത്താൻ, മലബാറിലെ സുൽത്താൻ. അവരാരാ? പറയാ, ആരാ? ഖദീജ ബീവിയുടെ പേരക്കുട്ടിയാണ്. സയ്യിദ് മദനയിൽ ഉള്ളാളമി ഖദീജ ബീവിയുടെ പേരക്കുട്ടിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവരെല്ലാം ഏത് നാട് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതാ അവസ്ഥ. ഏത് തങ്ങൾ ഖദീജാവിന്റെ പേരക്കുട്ടിയാ. പൂക്കോയത്തങ്ങൾ ഖദീജാവിന്റെ പേരക്കുട്ടിയാ. ശിഹാബങ്ങൾ പറയേ ഖദീജാവിന്റെ പേരക്കുട്ടിയാണ്. പിന്നെ എത്ര നല്ല നല്ല മാർഗങ്ങൾ വന്നു. എത്ര നല്ല മാർഗങ്ങൾ വന്നു ചിന്തിക്ക്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു ഖദീജാവിന്റെ പേരക്കുട്ടിയാണ്. അഹ്മദുൽ ബലവി റളിയല്ലാഹു അൻഹു ഖദീജാവിന്റെ പേരക്കുട്ടിയാണ്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ഖദീജാവിന്റെ പേരക്കുട്ടിയാണ്. അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ഖദീജാവിന്റെ പേരക്കുട്ടിയാണ്. ലോകത്ത് വന്ന നല്ല മാർഗങ്ങൾ മുഴുവൻ നേതൃത്വം കൊടുത്തത് ഖദീജാവിന്റെ പേരക്കുട്ടികളാണ്. എല്ലാം ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. എന്നല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലിമു ഔലാദക്കും ഹുബ്ബ നബിയിക്കും വഹുബ്ബ ആലി ബൈതിഹി. അല്ലിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം. ഹുബ്ബ നബിയിക്കും, നബിയോടുള്ള പ്രേമം. വഹുബ്ബ ആലി ബൈതിഹി, നബിയുടെ കുടുംബത്തോടുള്ള പ്രേമവും നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പുണ്യ റസൂൽ. മനസ്സിലായില്ല? തങ്ങന്മാരെ പറ്റി മോശം പറഞ്ഞു കൊടുത്താൽ ആ പൊരിയിൽ ഈമാൻ ഉണ്ടാവില്ല. കാരണം എന്ത് ചെയ്യണം? ഉറങ്ങല്ലേ. ചില ആളുകൾ ഒക്കെ തട്ടിപ്പാണ്. തങ്ങന്മാരില്ല എന്ന് പറയും. തങ്ങന്മാരില്ല എന്ന് പറയുന്ന പാർട്ടികളില്ലേ? പറയല്ലേ? ഉണ്ട്. ആ പാർട്ടിക്ക് ഈമാൻ ഉണ്ടാവില്ല. അവരെ പൊരയിൽ ഈമാൻ ഉണ്ടാവില്ല. നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. കാരണം അല്ലിമു ഹദീസാണ്. അല്ലിമു, നിങ്ങൾ പഠിപ്പിക്കണം. ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ഹുബ്ബ നബിയിക്കും, നിങ്ങളുടെ നബിയോടുള്ള പ്രേമത്തെ പഠിപ്പിക്കണം. ഹുബ്ബ ആലി ബൈത്തിഹി, ആ ആലി ബൈത്തിന്റെ പ്രേമം പഠിപ്പിക്കണം. അവരെ പ്രേമം പഠിപ്പിക്കണം.
അപ്പൊ നബിയോടും നബി കുടുംബത്തോടുള്ള പ്രേമങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കണം. അത് തങ്ങന്മാര് അട്ടിപ്പാണ് എന്നൊരു പൊരി പറയുന്നുണ്ടെങ്കിൽ ആ പൊരിയിൽ എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ലടോ. ഈ ആലുബൈത്ത് മുഴുവനും അവരമ്മാരാ. ഈ ആലുബൈത്തറ ഫാത്തിമ ബീവിന്ന് പറഞ്ഞല്ലേ അവരമ്മാരാ, ഖദീജ ബീവി. അപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ ഉമ്മയാണ് ആര്? ഇനി ഇതിലും വലിയ ഖദീജ, ഇന്ന് ഇതിലും വലിയ ഫള് എന്താ? ഇനി ഇതിലും വലിയ ഫള് എന്താണ്? ശുദ്ധീകരിക്കും എന്ന് അള്ളാഹു തആല പറഞ്ഞ ഒരാള് മറിയം ബീവിയാ. മറിയം ബീവിക്ക് ആകണ്ടായത് ഒരു കുട്ടിയാ. ആ കുട്ടിക്ക് ഇതുവരെ കുട്ടിയില്ല, കെട്ടിയിട്ടില്ല. ഇനി ആ കുട്ടി അന്ത്യനാളിൽ ഇറങ്ങി വരും. ആരുടെ കുട്ടി? മറിയമ്മയുടെ കുട്ടി അന്ത്യനാളിൽ ഇറങ്ങി വരും. ജനങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ജനങ്ങൾ പറയും ഈസ ഇറങ്ങി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈസ ഇമാമക്കട്ടെ. അപ്പോൾ ഖദീജാബിന്റെ പേരക്കുട്ടി അവിടെ ഉണ്ടാവും. അപ്പോൾ പറയും അല്ല ഇമാമക്കും ഖൈറുലക്കും, അവരുണ്ടാവുമ്പോൾ ഞാനല്ല, അവർ ഇമാം വന്നോട്ടെ. ആര് പറയും? മനസ്സിലായില്ല? ആര് പറയും? അതാരാ? ഇനി ഇവിടെ ലോകം കാത്തിരിക്കുന്ന ഒരു മഹാനുണ്ട്. ആരാ? ഇമാം മഹ്ദി. ആരെ പേരക്കുട്ടിയാ? ഖദീജ ബീവി. മനസ്സിലായി? ഇനി ഇവിടെ ലോകം കാത്തിരിക്കുന്ന ഒരു മഹാനാണല്ലോ. ആര്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമ ലയുതവ്വിലുല്ലാഹു ദാലികൽ യൗമ വയബ്അതു റജുലൻ മിൻ അഹ്ലി ബൈതി. ഹബീബാ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമ, ദുനിയാവിൽ ആകെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും ലയുതവ്വിലുല്ലാഹു ദാലികൽ യൗമ, ആ ദിവസത്തെ അല്ലാഹു തആല നീട്ടും. എന്നിട്ടോ ലയുതവ്വിലുല്ലാഹു ദാലികൽ യൗമ വയബ്അതു റജുലൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാഹു അയക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകം കാത്തിരിക്കുന്ന ഒരാള് ഖദീജാവിന്റെ വരെ കുട്ടിയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അലുൻ നബി ദരിഅതി വഹുമു ഇലൈഹി വസീലതി وبعد يعطى بهم بيد اليمين صحيفتي. എന്റെ അവലംബം എന്ന് പറഞ്ഞാൽ അത് അഹ്ലു ബൈത്താണ്. അല്ലാഹുവിലേക്കുള്ള എന്റെ മാധ്യമം എന്ന് പറഞ്ഞാൽ അത് അഹ്ലു ബൈത്താണ്. وبعد يعطى بهم بيد اليمين صحيفتي. അവരുടെ കൂടെ എപ്പോഴും ഞാൻ നിൽക്കും. എന്തുകൊണ്ട്? അവരെ ബർക്കത്ത് കൊണ്ട് എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടണം എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖദീജാവിന്റെ പേരക്കുട്ടികൾ കൂടി തപസ്സുൽ ചെയ്തിട്ടുണ്ട്. ആര്? ലോകം കണ്ട മഹാനായ ആര്? ഇമാം ശാഫിഈ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മുറ്റത്ത് പോയി ഇരിക്കും. ആര്? ഇമാം ശാഫിഈ. നഫീസത്തുൽ മിസ്രിയ മിൻ അഹ്ഫാദി ഖദീജ, ഖദീജയുടെ പേരക്കുട്ടിയാണ്. അവിടെ വീട്ടിന്റെ മുറ്റത്ത് പോയി ഇരിക്കും. ആര്? ലോകം കണ്ട മഹാനായ ഇമാം ശാഫിഈ. അവിടെ എങ്ങനെ ഇരിക്കും? ആ വീട്ടിന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കും. മരിച്ചിട്ട് നബീസത്തുൽ മിസ്രിയ മയ്യത്ത് നിസ്കരിക്കണമെന്ന് വസിയത്ത് ചെയ്തു. എല്ലാവരും നിസ്കരിച്ചിട്ട് നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ആ ഭാഗത്തേക്ക് മയ്യത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവർ നിസ്കരിച്ചു. പറഞ്ഞത് മനസ്സിലായോ? എന്നിട്ടാ മറവിയത് ആരെ? ഷാഫി മാമനെ മക്ക പറയുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അതിന്റെ പരിസരത്ത് പിന്നെ നഫീസ ബീവി മരിച്ചു. 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ ഇല്ല എന്ന് പറയാം. എവിടുന്ന ഇവൾക്ക്? 1 കിലോമീറ്റർ എന്ന് പറയും. പിന്നെ വളഞ്ഞും തിരിഞ്ഞൊക്കെ റോഡ് പോകുമ്പോൾ 1 കിലോമീറ്ററിലേറെ തോന്നുമെങ്കിലും ശരിക്കും നോക്കിയാൽ 1 കിലോമീറ്റർ കഷ്ടിച്ച് ഇത്രേ ഉള്ളൂ. എവിടുന്ന് ഇങ്ങോട്ട്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ നിന്ന്, ഷാഫി മാമൻ മക്ബറയിൽ നിന്ന് നഫീസത്തുൽ മിസ്രിയ മക്ബറയിൽ റളിയല്ലാഹു അൻഹു വളരെ അടുത്ത്. കിലോമീറ്റർ 1 ആണെങ്കിലും 2 ആണെങ്കിലും വളരെ അടുത്ത്. പ്രധാനികളായ വലിയ ഭാര്യങ്ങളായ ആലിമീങ്ങളൊക്കെ മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം കൊണ്ടുവരായിരുന്നു. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങൂല. ആര്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഇറങ്ങും. ലോകത്തുണ്ടായ മഹാത്ഭുതം മുഴുവനും അഹ്ലു ബൈത്ത് വഴിയാണ്. അതെല്ലാം ഖദീജയുടെ പേരെ അവരില്ലാതെ ഒന്ന് പൂർത്തിയാക്കിയിരിക്കാൻ കഴിയുന്നല്ല. അവരെ അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർരിജ്സ അഹ്ലൽ ബൈത്ത്
വയുതഹിറക്കും തത്ഹീറാ. അഹ്ലുൽ ബൈത്തിനെ ഞാൻ ശുദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ത് പറയാ, നമ്മളെ നേതാക്കന്മാരും ഒക്കെ എന്ത് തന്നെയാണ്, പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവനും ആരാണ്? അഹ്ലുൽ ബൈത്ത്. ഒക്കെ ഖദീജ ബീവിന്റെ പേരെ കുട്ടികൾ റളിയല്ലാഹു അൻഹ. ഒരു ആലിമ ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ ദ്വാരക്കാൻ വേണ്ടി സയ്യിദിനെ ഏൽപ്പിക്കും. സത്യത്തിൽ സയ്യിദിന് വിവരം കുറവായിരിക്കും, ആലിമിനായിരിക്കും വിവരം, എന്നാലും സയ്യിദിനെ ഏൽപ്പിക്കും. എന്തുകൊണ്ട്? ശംസുൽ ഉലമ ഇരിക്കുന്ന സദസ്സിൽ ശിഹാബുങ്ങൾ ദ്വാരക്കും. വിജ്ഞാനത്തിന്റെ ഒരു ജബൽ എന്ന് പറയാം ശംസുൽ ഉലമ. ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് വഫാത്തായിട്ട് ശിഹാബ് തങ്ങൾ തന്നെ എഴുതിയ ലേഖനം ഖുർആന്റെ ആഴമറിഞ്ഞ കണ്ട പണ്ഡിതനാണ്. ആരെപ്പറ്റി? ശംസുൽ ഉലമ റഹ്മഹുല്ലാഹിനെ പറ്റി. അവരെ ഭാര്യ മരിച്ചു. ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ ഭാര്യ മരിച്ചു. അവരുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. വലിയ വലിയ നെടുന്തൂണുകളായ ആലിമ്യങ്ങളുണ്ട്. മയ്യത്ത് നിസ്കരിക്കേണ്ട നേരെ, മയ്യത്തെടുക്കേണ്ട നേരായിട്ട് മയ്യത്ത് എടുക്കേണ്ടെന്ന് പറഞ്ഞു. ശിഹാബ് തങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, വന്നിട്ട് മയ്യത്തെടുത്താൽ മതി എന്ന് പറഞ്ഞു. വിജ്ഞാനത്തിൽ അവരൊക്കെ എത്രയോ താഴെ ഇവരൊക്കെ. പക്ഷെ മുന്തിച്ചത് ആരെയാ? അഹ്ലുൽ ബൈത്തിനെ. എന്തുകൊണ്ട്? പിന്നെ അഹ്ഫാദി ഖദീജ, ഖദീജാന്റെ വരെ കുട്ടിയാണ്, മുസ്തഫ നബിന്റെ വരെ കുട്ടിയാണ്, ഖദീജാവിന്റെ വരെ കുട്ടിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞു. ഇതുള്ളവർക്ക് കുരുത്തുണ്ടോ? ഇനി ലോകത്ത് എന്താ അംഗീകാരം ഖദീജ ബീവിക്ക് വേണ്ടത്? ഇനി എന്താ വേണ്ടത്? നമ്മളെ കേരളത്തിൽ ആയിരക്കണക്കായ പള്ളിയുടെ ആധാരം എഴുതി വെച്ചിട്ടുള്ളത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരില്ല. അവരാരാ? ഖദീജാവിന്റെ പേര്. ഇനി എന്താ ഖദീജ ബീവിക്ക് ഇതിലും വലിയ അംഗീകാരം വേണ്ടത്? കേരളത്തിൽ ആയിരക്കണക്കായ മഹല്ലുകളുടെ ഏറ്റവും അധികരിച്ച മഹല്ലുകളുടെ ഖാദി ഹൈദരലി തങ്ങളാ. ആരെ പേരെ കുട്ടിയാ? ഖദീജയുടെ പേരെ കുട്ടിയാ. ഇനി എന്താണ് ഖദീജ ബീവിക്ക് ഇതിലും വലിയ അംഗീകാരം വേണ്ടത്? കൊല്ലത്തിൽ കഴിഞ്ഞ് 1440, മനസ്സിലായില്ലേ? പിന്നെ ഒരു 4 കൊല്ലം കൂടി കൂട്ടിക്കാളി. കാരണം മുസ്തഫ നബിയുടെ 53-ാമത്തെ വയസ്സിലാണ് ഹിജ്റ, 50-ാമത്തെ വയസ്സിലാണ് എന്ത്? ഖദീജ ബിന്റെ വഫാത്ത്. ഹിജ്റയുടെ 3 ചില്ലാനം കൊല്ലം മുമ്പ് ആര് മരിച്ചിട്ടുണ്ട്? പറ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ 1440 അല്ല, പിന്നീട് ഇത്രയൊക്കെ ദൈർഘ്യമായിട്ടും ഇന്നും ലോകം അംഗീകരിക്കുന്നത് ആരെയാണ്? ഖദീജാവിന്റെ വേറെ കുട്ടികളാണ്. എന്നാ ഭാര്യമാര് വേറെ ഉണ്ട്, ഈ അംഗീകാരമല്ല. ആയിഷ ബീവി മഹദിയല്ലേ? ആണ്, പക്ഷെ അത് അവിടെ കഴിഞ്ഞു. സഫിയ ബീവി മഹദിയല്ലേ? ആണ്, പക്ഷെ അത് അവിടെ കഴിഞ്ഞു. ഹഫ്സ ബീവി മഹദിയല്ലേ? ആണ്, പക്ഷെ അത് അവിടെ കഴിഞ്ഞു. സൈനബ് ബീവി മഹദിയല്ലേ? ആണ്, പക്ഷെ അത് അവിടെ കഴിഞ്ഞു. ഉമ്മു സലമ ബീവി മഹദിയല്ലേ? അതെ, പക്ഷെ അവിടെ അവസാനിച്ചു. ഖദീജ ബീവിയോ? ഖിയാമത്ത് നാൾ വരെ അവസാനിക്കൂല. ഖിയാമത്ത് നാൾ വരെ അവസാനിക്കാത്ത ഒരു പരമ്പരയാണ്. ആരുടെ പരമ്പര? ഖദീജത്തുൽ കുബ്ര. ഉറക്കെ പറ, ഖദീജത്തുൽ കുബ്ര. ആരാണ്? ഏത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് ആരാണെങ്കിലും അതിൻ്റെ താഴെയാണ്. കാരണം അവരുടെ ഉമ്മയാണ് ആര്? ഖദീജ ബീവി. ഉമ്മയാണ് ഖദീജ ബീവി. ആരായാലും അത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ആകാം, അത് റിഫായി ഷെയ്ഖ് ആകാം, അത് അബുൽ ഹസൻ ഷാദുലി തങ്ങളാകാം, അത് അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളാകാം, അത് ഖാജ തങ്ങളാകാം, അത് മമ്പർ തങ്ങൾ പാപ്പയാകാം. ആരാണെങ്കിലും ആർക്ക് താഴെയാണ്? അവരൊക്കെ വല്യമ്മയാണ്, ഉമ്മയാണ്, വല്യമ്മയാണ്. ആര്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അപ്പോൾ ഖദീജ ബീവിയുടെ ശറഫിൽ പാഠം 1. ഖുർആനിൽ പറയപ്പെട്ട ശുദ്ധീകരണം നടന്നത് ഖദീജ ബീവിയിലൂടെയാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഖുർആനിൽ ഒരു കുടുംബത്തെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിചാരിച്ചതല്ല. ഇന്നമാ യുരീദുല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ആരോ ഉദ്ദേശിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. ആരുദ്ദേശിക്കുന്നുണ്ട്? അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നമാ യുരീദുല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട്. ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി, മാനുഷികമായ പല വൃത്തികേടുകൾ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും വയുതഹിറകും തത്ഹീറാ, സമ്പൂർണമായി നിങ്ങളെ ശുദ്ധീകരിക്കാനും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട്.
അഹ്ലുൽ ബൈത്തിന് ഒരാൾ കുരുത്തക്കേട് വാങ്ങിയാൽ കഴിഞ്ഞ്. ഒരു അഹ്ലുൽ ബൈത്തിൻ്റെ കുട്ടിയെ ഒരാൾ ബീഡിയിൽ ഏൽപ്പിച്ചാൽ പോലും ഒരു ഈമാൻ നഷ്ടപ്പെടും. മനസ്സിലായില്ല? ഒരു അഹ്ലുൽ ബൈത്തിൻ്റെ കുട്ടിയെ ഒരാൾ ബീഡി പോലും എടുപ്പിച്ച് നിൽക്കുക, ഒരു ഈമാൻ നഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ബാക്കി ഇനി അവിടെ നിന്ന് ചിന്തിച്ചോക്ക്. മനുഷ്യന്മാരാകുമ്പോൾ സ്വാഭാവികമായും കുട്ടികളല്ലേ, അതിനൊക്കെ വിധേയരായി പോവും, പഠിപ്പിച്ചും കൊടുങ്ങും. അള്ളാഹു പിന്നെ അവരെ രക്ഷപ്പെടുത്തിയേക്കാം. അള്ളാഹു അല്ലെങ്കിൽ ഇതോടുകൂടെ അവരെ റൂഹിനൊരു ഇതൊന്നും പെടാതെ അള്ളാഹു തല അവരെ പക്ഷെ ഇപ്പം കൊടുങ്ങും. ആര് മനസ്സിലായില്ലേ? അപ്പോൾ അഹ്ലുൽ ബൈത്തിൽ ഒരാൾ വ്യഭിചാര ആഗ്രഹിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു തല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരൻ്റെ കഥ കഴിഞ്ഞ്, എൻ്റെ കഥ തന്നെ കഴിഞ്ഞ്. അഹ്ലുൽ ബൈത്തിനെ ഒരാൾ പറ്റിക്കാൻ തീരുമാനിച്ചാലോ? കാരണം എന്തുകൊണ്ട്? നിങ്ങളെ പ്രത്യേകമായി ഒരു ശുദ്ധീകരിക്കാനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാലോ നഊദു ബില്ലാഹ്, അവന്റെ കാര്യം പടകടമാണ്. ഖസിറ ദുനിയ വൽ ആഖിറ, അവന്റെ ദുനിയാവും നട്ടമാണ്, ആഖിറവും നട്ടമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളെ തല്ലാൻ ഒരാൾ തീരുമാനിച്ച്, മനസ്സിലായോ പറഞ്ഞത്? അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളെ തല്ലാൻ തീരുമാനിച്ച്, താങ്കളെ ഒരു ഒന്ന് കൊടുക്കണം തീരുമാനിച്ചു. ഏതെങ്കിലും താങ്കളെ ഏതോ ആട്ടെ, ഒരുപക്ഷെ നാടൻ കൈക്കോട്ട് പണി എടുക്കുന്ന തങ്ങളുണ്ടാവാലോ, എന്നാൽ തങ്ങൾ തന്നെയാണല്ലോ. ആരെ കുട്ടിയാ? ഹബീബ റസൂലുള്ളാഹിയുടെയും ഖദീജ ബീവിയുടെയും പേരമക്കളാണല്ലോ. നാടൻ പണി എടുക്കണ ഒരാളുണ്ടാകും, ഒരു സയ്യിദ് പൂക്കോയുണ്ട് എന്ന് വിചാരിച്ചോ. മനസ്സിലായില്ലോ? ഒരു അടി കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും ഒരു കഥ കഴിയും. ഖസ്റത്ത് ദുനിയ വൽ ആഖിറ, ദുനിയാവ് നഷ്ടപ്പെടും, ആഖിറ നഷ്ടപ്പെടും. ദുനിയാവ് നട്ടം, ആഖിറ നട്ടം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു അഹ്ലുൽ ബൈത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അദ്ദേഹത്തെ അവിടുന്ന് ചാടിച്ചിട്ട് ആ ജോലി തരപ്പെടുത്തിയ ഒരാൾ ഭ്രാന്തനായത് എനിക്കറിയും. മനസ്സിലായില്ല? എന്ത് ഒരു അഹ്ലുൽ ബൈത്ത് ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ പിന്നെ ഇയാൾ കുതന്ത്രം ഉണ്ടാക്കിയിട്ട് അയാൾ അവിടുന്ന് ചാടിച്ച്, എന്നിട്ട് അയാൾ ആ സ്ഥാനത്ത് കയറി പറ്റി, പിന്നെ അയാൾ ഭ്രാന്തനായി. ആ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ല, ഭ്രാന്തനായി. ഇതൊക്കെ ഞാനൊരു പരിധിയിൽ എന്ന് പറയാം. ഇത് നല്ല വിഷയമായിട്ട് ഭയങ്കരമാണ്. അഹ്ലുൽ ബൈത്തിനെ ഒരാൾ വഷളാക്കാൻ ഉദ്ദേശിച്ച്, അഹ്ലുൽ ബൈത്തിനെ ഒരാൾ മർദ്ദിക്കാൻ ഉദ്ദേശിച്ച്, അഹ്ലുൽ ബൈത്തിൽ ഒരാൾ ഫാഹിഷത്ത് ഉദ്ദേശിച്ച്, ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒരാൾ തോന്നിയാസം ചെയ്യാൻ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിനെ വഷളാക്കാൻ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിനെ ഒന്ന് കബളിപ്പിക്കാനോ ചൂഷണം ചെയ്യാനോ ഉദ്ദേശിച്ച്, എന്നാൽ അവൻ കൃത്യമായി അള്ളാഹുവിനെതിരാണ്. എന്തുകൊണ്ട്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കോടാനക്കോടി ജനങ്ങൾ പരന്നു കിടക്കുന്ന ഒരു സമൂഹമല്ലേ? അതിൽ ബുദ്ധിയും ഇവരുള്ളവരുണ്ടാവും, ഇവരില്ലാത്തവരുണ്ടാവും. കോളേജിൽ പോകുന്ന ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ ഒരാൾ തീരുമാനിച്ചു നിൽക്കുക. ഖസ്റത്ത് ദുനിയ വൽ ആഖിറ, അവന്റെ ദുനിയാവും കഴിഞ്ഞ്, ആഖിറം കഴിഞ്ഞു, ദുനിയാവും കഴിഞ്ഞ്, ആഖിറം കഴിഞ്ഞ്. കാരണം ഈ കുടുംബത്തെ ശുദ്ധീകരിക്കാനാണ് ആരുദ്ദേശിച്ചത്? അള്ളാഹു തആല. അവൻ നേരെ എതിരാ ഉദ്ദേശിച്ചത്, അള്ളാഹ്ക്ക് നേരെതിര്. അവൻ അള്ളാഹിന്റെ കൃത്യമായ ശത്രു. നസ്സുൽ ഖുർആൻ നിഷേധിച്ചാൽ പോലും കാഫിറാവും. ഞാൻ അവനെ കാഫിർ എന്ന് പറയാത്തത് എനിക്ക് പൂതിയില്ലാത്തതുകൊണ്ടല്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഹ്ലുൽ ബൈത്തിനെ ഒരാൾ വ്യഭിചരിച്ചാൽ അവനെ കാഫിർ എന്ന് പറയാൻ എനിക്ക് പൂതി ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ അത് അങ്ങനെ നിയമം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. സത്യത്തിൽ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. കാഫിറായിട്ട് എൻ്റെ അവസാനം അങ്ങനെ തന്നെ ആവുള്ളൂ. അള്ളാഹു കാക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അള്ളാഹു കാക്കട്ടെ. അത്തരത്തെ കാര്യത്തിലേക്ക് നമ്മളെ കുട്ടികളെ പോകുന്നതിനെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നേരെ മറിച്ച് അവർക്ക് ഒരു കൈത്താൻ കൊടുക്കാൻ ഉദ്ദേശിച്ചാലോ അവനത് മതിയാവും. ഒരു കൈത്താൻ കൊടുത്ത് അവർ കുഴഞ്ഞുകൊടുത്തുന്നവരെ പൊന്തിച്ച് അത് മതിയാവും. എന്തുകൊണ്ട്? അവരെ ഒരാൾ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹുവിന് നേരെ എതിരായി. എന്തുകൊണ്ട്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി
വയുതഹിറകും തത്വീറാ. നിങ്ങളെ വ്യക്തമായി ശുദ്ധീകരിക്കാൻ അഹ്ലുൽ ബൈത്തെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നമാ യുരീദുല്ലാഹ്, കൃത്യമായും അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാൻ. ആര് പറഞ്ഞു? ആര് പറഞ്ഞേ? അപ്പൊ ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ട് നടന്നാലോ കഴിഞ്ഞ് ഉള്ള കഫറാവും. ചിലതിനൊന്നും പിന്നെ തൗബ ഉണ്ടാവില്ല കുട്ടികളെ, ചിലതിനൊന്നും തൗബ ഉണ്ടാവില്ല, ചിലതിനൊന്നും തൗബ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? തൗബ ഇല്ലേ, തൗബയിലേക്ക് എത്തൂല, തൗബയിലേക്ക് എത്തൂല. ഇപ്പൊ ഒരു മുക്കാൽ ഭാഗം നീന്തിയ ഒരാൾ പുഴയുടെ നടുവിൽ നിന്ന് ഇനി കാൽഭാഗം നീന്തിയാൽ മതി, ഒരു 10 മാറ് വെച്ച് നീന്തിയാൽ മതി. പക്ഷെ അവിടെ കണ്ട് എത്തിയില്ല. മുക്കാൽ ഭാഗം നീന്തിയിട്ട് ചാകലും വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ചാകലും എന്താ വ്യത്യാസം? സംഗതിയാവും. പറയാം ഒരു 4 മാറും കൂടി വെച്ചാൽ അവൻ കരി കയറും. അല്ലെങ്കിൽ ഒരാൾ അവനെ ചാടി രക്ഷപ്പെടുത്തണം, അവൻ രക്ഷപ്പെടാൻ ആളുണ്ടാവില്ല, ഓൻ രക്ഷപ്പെടാനോട്ട് കഴിയൂല. കാരണം അള്ളാഹ്ക്ക് നേരെ എതിരാണ് ചിന്തിച്ചത്, വ്യക്തമായ എതിര്. ഒരു കുടുംബത്തെ ശുദ്ധിയാക്കാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചു, പിന്നെ ഒരു കുടുംബത്തെ പേപ്പിക്കാൻ ഉദ്ദേശിച്ചു. ഒരു ബീക്കുട്ടിയെ പേപ്പിക്കാൻ ഒരാൾ നിയത്ത് ചെയ്തു നോക്കുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞാൽ മനസ്സിലായി. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയും? എടാ, അദബും മര്യാദയും ഇല്ലാത്ത ഹമുക്കുകൾ ലോകത്ത് അധികരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ മറ്റേ പോകുന്ന ബീക്കുട്ടികളുണ്ടാവും. അവരൊക്കെ നാടന്മാരെ പെണ്ണുങ്ങളെ മേലുള്ള കണ്ണ് വെക്കല്, നാടന്മാരെ പെണ്ണുങ്ങളെ മേലെ കണ്ണു വെക്കാൻ പറ്റുമോ? അത് പറ്റൂല, അത് ശരി തന്നെ. പക്ഷെ ബീക്കുട്ടിയുടെ മേൽ കണ്ണു വെക്കുന്നതോടുകൂടെ അതിന്റെ കഥ കഴിഞ്ഞു പോകും. കാരണം വ്യക്തമായി നീ ആർക്കെതിരായി? പാരടോ, ആർക്കെതിരായി? അള്ളാഹ്ക്കെതിരായി. എന്തുകൊണ്ട്? മനുഷ്യന് വരുന്ന ദൗർബല്യങ്ങൾ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ സമ്പൂർണമായി ശുദ്ധീകരിക്കാനുമാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്വീറാ. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ കള്ളുടിപ്പിച്ചാലോ? അവന്റെ കഥ കഴിഞ്ഞ്. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ കഞ്ചാവ് വലിപ്പിച്ചാലോ? അവനെ വ്യഭിചരിച്ചാലോ, വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ചാലോ? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്വീറാ. ഈ ആയത്ത് അന്ത്യനാൾ വരെ ഒരു വെളിച്ചമുള്ള ആയത്താണ്, വല്ലാത്ത ആയത്താണ്. എല്ലാ ആയത്തിനും വിളിച്ചല്ല, എല്ലാ ആയത്തിനും വിളിച്ചുണ്ട്. ഈ ആയത്ത് അന്ത്യനാൾ വരെ നമ്മളെ മുന്നിൽ എപ്പോഴും വെളിപ്പെട്ട് നിൽക്കുന്ന ആയത്താണ്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ കുടുംബമാണ്. ആ കുടുംബം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും അഹ്ഫാദു ഖദീജ, ഹഫീദാത്തു ഖദീജ, ഖദീജയുടെ പേര് മക്കളാണ് റളിയല്ലാഹു അൻഹാ. മനസ്സിലായില്ലേ പറഞ്ഞത്? നല്ലോണം ചിന്തിക്കണം. അത് ലോകത്തെ ഒരു മഹൽബുഡാണ്, ലോകത്തെ മഹൽബുഡാണത്. അത് അവസാനിക്കൂല്ല, ഒരിക്കലും അവസാനിക്കൂല. അന്ത്യനാൾ വരാതെ അഹ്ലുൽ ബൈത്ത് ഖദീജ ബീവിയുടെ ആയിഷ ബീവിക്ക് മക്കളില്ല, ഹഫ്സ ബീവിക്ക് മക്കളില്ല, മൈമൂന ബീവിക്ക് മക്കളില്ല, ഉമ്മു സലമ ബീവിക്ക് മക്കളില്ല, റംല ബീവിക്ക് മക്കളില്ല. എന്നാൽ ഖദീജ ബീവിയുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെ തീരുകയുമില്ല. ഇതാണ് പ്രത്യേകത. ആയിഷ ബീവിയല്ലേ ആണ്, പക്ഷെ അത് അവിടെ അവസാനിച്ച് ഇനിയൊന്നില്ല. മക്കളില്ലാത്തതുകൊണ്ട് അസ്മാ ബീവിയുടെ ഒരു കുട്ടിയെ പോറ്റി വളർത്തുകയാണ് ആര് ചെയ്തത്? ആയിഷ ബീവി ചെയ്തത്, സ്വന്തം കുട്ടിയല്ല. അബ്ദുള്ള എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആർക്ക്? അസ്മാ ബീവിക്ക്. ആ കുട്ടിയെ എടുത്ത് വളർത്തി ആര്? ആയിഷ ബീവി. സ്വന്തം കുട്ടിയല്ല, അത് അഹ്ലുൽ ബൈത്തും അല്ല. ആയിഷ ബീവി കുട്ടികളുമില്ല. എന്നാ വലിയ മഹദിയല്ലേ? ആണ്. നേരെ കണ്ണുവിന്റെ മുന്നിൽ കുട്ടികളില്ല. നേരെ മറിച്ച് ഇന്ന് ഖദീജ ബീവിയുടെ കുട്ടികളെ കോടിക്കണക്കിന് കുട്ടികൾ എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. കോടിക്കണക്കിന് കുട്ടികൾ ഇന്ന് ഭൂമിയിലുണ്ട്. ആർക്ക്? ഖദീജ ബീവിക്ക്. അവരെ മേൽ സ്വലാത്ത് ഇല്ലാതെ നിസ്കാരം പൂർത്തിയാവൂല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അവർക്ക് സ്വലാത്ത് ഇല്ലാതെ നിസ്കാരം പൂർത്തിയാവൂല, വാജിബാണ്. അതിന്റെ കൂടെ അല്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവരെ മേലൊരു സ്വലാത്ത് ചെല്ലാതെ നിസ്കാരം പൂർത്തിയാവില്ല, നിസ്കാരം പൂർത്തിയാവില്ല. അവരെ സ്വലാത്തില്ല, നിസ്കാരം പൂർത്തിയാവില്ല. ചിന്തിക്ക്.
അവരെ മേലൊരു സ്വലാത്ത് ചെല്ലാതെ നിസ്കാരം പൂർത്തിയല്ല, അവരെ മേൽ സ്വലാത്ത് ചെല്ലാതെ ഖുത്ബയല്ല, അവരെ മേൽ സ്വലാത്ത് ചെല്ലാതെ ഹജ്ജിന്റെ തെൽബിയത്ത് അല്ല, അവരുടെ മേൽ ഒരു സ്വലാത്ത് ചെല്ലാതെ ദുആയും അല്ല. എല്ലാം അഹ്ഫാദു ഹഫീദാത്തു ഖദീജ, ഒക്കെ ഖദീജ ബിന്റെ മക്കളാണ്, എല്ലാം ഖദീജ ബിന്റെ മക്കളാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം, ഇതിൻ്റെയൊക്കെ ഉള്ള് നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ഉള്ള് ചിന്തിക്കണം. ഇതിൻ്റെ ഉള്ളാണ് ഈ പറഞ്ഞത്, ഈ ഉള്ള് നമ്മൾ ചിന്തിക്കണം. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹായുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. وعائشة لما ادعت أفضلية تغير وجه المصطفى الطهر واحمرا. ഞാനാണ് ശ്രേഷ്ഠ വനിത എന്ന് ഒരിക്കൽ ആയിഷ ബീബി വാദിച്ചപ്പോൾ തഗയ്യറ വജ്ഹുൽ മുസ്തഫ, പുണ്യ നബിയുടെ മുഖം ചുവന്ന തുടുത്തുപോയി. വആയിഷതു لما ادعت أفضلية تغير وجه المصطفى الطهر واحمرا. ആയിഷ ബീബി ഒരിക്കൽ ഞാനാണ് നബി ഭാര്യമാരിൽ ഏറ്റവും ശ്രേഷ്ഠ വനിത ഞാനാണ് എന്ന് ഒരിക്കൽ അഫ്ളലിയത്തിനെ ബാധിച്ചിട്ടുണ്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അപ്പോഴത്തിന് തഗയ്യറ വജ്ഹുൽ മുസ്തഫ, പുണ്യ നബിയുടെ മുഖം തന്നെ ദേശത്താൽ ചുമന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ അവിടെ അവസാനിക്കും. എന്നാൽ ഖദീജ അവസാനിക്കൂല റളിയല്ലാഹു അൻഹ. ഖദീജ ഒരിക്കലും അവസാനിക്കൂല. ഖദീജ എന്ന് പറഞ്ഞാൽ ലോകത്തെ നന്മയുടെ ഒരു സിമ്പലാണ് ഖദീജ. ലോകത്തെ നന്മയുടെ ഒരു സിമ്പലാണ് ഖദീജ. ഖദീജ ഒരിക്കലും അവസാനിക്കൂല, ഒരിക്കലും അവസാനിക്കൂല. മക്കളുണ്ടാവുമ്പോൾ ഒരു കുട്ടിക്ക് ഫാത്തിമ എന്ന് പേരിട്ടാൽ ഒരു കുട്ടിക്ക് ഖദീജ എന്ന് പേരിടണം. ഖദീജ എന്ന് പേരുള്ള പെൺകുട്ടികളെ വാപ്പന്മാർക്ക് കൈപോക്കാം. ഒന്ന് അവിടെ ഇരിക്കാൻ ഞാൻ തന്നെയാണ്. എൻ്റെ കുട്ടിയുടെ പേര് ഖദീജ എന്നാണ്. അതിന്നൊന്നല്ലേ ഒന്നല്ല, എന്നോ ഞാനൊരു കുട്ടിക്ക് ഖദീജ എന്ന് പേരിട്ടു. ഇപ്പോൾ ഈ ക്ലാസ് തുടങ്ങിയിട്ടല്ല, എന്നോ. എത്ര വയസ്സായി കുട്ടിക്ക്? 3 കൊല്ലമായി, 3 മാസം വയസ്സായി. അൽഹംദുലില്ലാ. ഞാൻ കൊല്ലങ്ങളായി എൻ്റെ ഒരു കുട്ടിക്ക് ഖദീജ എന്ന് പേരിട്ടിട്ടുണ്ട് റളിയല്ലാഹു അൻഹാ. ഇല്ലെങ്കിലോ ലോകം പൂർത്തിയാവില്ല, ഒരു നന്മ പൂർത്തിയാവില്ല. ഒരു വീട്ടിൽ ഫാത്തിമയും ഖദീജയും ആയിഷ ഇല്ലെങ്കിൽ അത് എന്ത് വീടാണ്, എന്ത് വീടാ, അതെന്ത് വീടാ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വീട്ടിൽ ഫാത്തിമ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മുത്തനബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട്ടിൽ ഖദീജ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മുത്തനബി ഉണ്ട്. ഒരു വീട്ടിൽ ആയിഷ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മുത്തനബി ഉണ്ട്. ഒരു വീട്ടിൽ സൈനബ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മുത്തനബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഇഷ്ടമാണ്. അതിലേറ്റവും ഇഷ്ടമാണ് ആരെ? മക്കളിൽ ഫാത്തിമയെ, ഭാര്യമാരിൽ ഖദീജ റളിയല്ലാഹു അൻഹ. ഞങ്ങളുടെ വസിയത്തിയാണ്, മറക്കരുത്. ഞാൻ ചില ആളുകളൊക്കെ കുട്ടികളെ പേര് ചോദിക്കുമ്പോൾ ഖദീജ എന്ന് പറഞ്ഞു കൊടുത്താൽ ചില ആളുകൾക്ക് അന്ന് തൽക്കാലം ഒന്ന് മോളിയിട്ട് പിറ്റേന്ന് പിന്നെയും വിളിക്കും. പെണ്ണുങ്ങൾ ചോദിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും ഒരു പേരുണ്ടോ ഉസ്താദ്? ഇതിലും വലിയ പേരെന്താ? ഇതിലും വലിയ പേരെന്താ? മനുഷ്യന്റെ വിഡ്ഢിത്തരാണ് എന്ന്. ഈ കുട്ടികളൊക്കെ ഒരു കുട്ടിക്ക് ഫാത്തിമ എന്ന് പേരിട്ടില്ലെങ്കിൽ എന്തിനു നന്നു? ഒരു കുട്ടിക്ക് ഫാത്തിമ എന്ന് പേരിട്ടില്ലെങ്കിൽ എനിക്ക് അള്ളാഹു അതൊക്കെ തന്നിട്ടുണ്ട്. ഫാത്തിമ എന്ന പേരിലുള്ള കുട്ടിയുണ്ട്, ആയിഷ എന്ന പേരിലുള്ള കുട്ടിയുണ്ട്, സൈനബ് എന്ന പേരിലുള്ള കുട്ടിയുണ്ട്, ഖദീജ എന്ന പേരിലുള്ള കുട്ടിയുണ്ട്. ചിന്തിക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ബറക്കത്ത് നമ്മളെ വീട്ടിൽ നിറച്ചു തരട്ടെ. അള്ളാഹു അവരെ ബറക്കത്ത് നമ്മളെ വീട്ടിൽ നിറച്ചു തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ്. എന്തുകൊണ്ട് ഹബീബ നബിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് സല്ലല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ. ഖദീജ എന്ന പേരുള്ള ഒരാളൊരു വീട്ടിൽ, കുട്ടി വീട്ടിലെങ്കിൽ എന്ത് വിളിച്ചാടും ആ വീട്ടിൽ? എന്തുകൊണ്ട്? ഖദീജയോടുള്ള പ്രേമം എനിക്ക് റിസ്ക്കാക്കപ്പെട്ടു മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, എന്താ പറയണ്ടത്? ഖദീജയോടുള്ള പ്രേമം എനിക്ക് നൽകപ്പെട്ടു. എടുത്തു കളയാൻ കഴിയില്ല. എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിപ്പോയി. ആരോടുള്ള പ്രേമം? ഖദീജ.
ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ഇന്നി റുസിഖ്തു, എനിക്ക് റിസ്ഖാക്കപ്പെട്ടു ഹുബ്ബഹ, ഖദീജയോടുള്ള പ്രേമം. എന്റെ റിസ്ഖാണ്. എന്ത് പറടോ ഖദീജ, ഞാൻ ഖദീജയെ പ്രേമിച്ചു എന്നല്ല, ഖദീജയോടുള്ള പ്രേമം എനിക്ക് റിസ്ഖാക്കപ്പെട്ടു എന്ന് ഹബീബ നബി. ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ഖദീജയോടുള്ള പ്രേമം എനിക്ക് നൽകപ്പെട്ടു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഖദീജയോടുള്ള പ്രേമം എനിക്ക് റിസ്ഖാക്കപ്പെട്ടു. അഥവാ എന്റെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഭക്ഷണമാണ് എന്ന് മഹബത്തു ഖദീജ, ഖദീജയോടുള്ള പ്രേമം എന്ന് പുണ്യ റസൂൽ. ഇങ്ങനെ വേറെ ആളെ പറ്റി പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വേറെ ആളെ പറ്റി പറഞ്ഞിട്ടില്ല. ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ഇന്നി റുസിഖ്തു ഹുബ്ബഹ എന്ന് വേറെ ആളെ പറ്റി നബി പറഞ്ഞിട്ടില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ. എന്റെ റിസ്ഖാണ്. ആരോടുള്ള പ്രേമം? പറ, ആരോട്? ഖദീജ ബിബിയോട് റളിയല്ലാഹു അൻഹ, റളിയല്ലാഹു അൻഹ, റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ്. ഈ ക്ലാസ്സിന് ഭയങ്കര ഫലമുണ്ടാവും. നിങ്ങൾ 10 ആൾ വന്നാൽ നിങ്ങൾ വെറുതെ ആവില്ല. നിങ്ങൾ ഖദീജ ബിബിയെ പറ്റി കേട്ടാൽ വന്ന് നിങ്ങളെ ദിവസം വെറുതെ ആവും നിങ്ങൾ വിചാരിക്കണ്ട. ഭയങ്കര ഫലം ഉണ്ടാവും. ഒക്കെ നല്ലത്, ഒരു തെറ്റില്ല, ഒരു തെറ്റില്ല. ഭാര്യയുടെ പേര്, മരുമക്കൾ, ഒക്കെ അൽഹംദുലില്ലാഹ് ഒക്കെ നല്ലത്. എത്ര ആയാലും നല്ലത്. ഒരു വീട് മുഴുവനും ഖദീജയായാലും ജമാലുഹ, അതിൻ്റെ ഭംഗി അത്രയും അഴകാണ്. അത്രയും. കാരണം റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? എന്തോ ഒരു ഇഷ്ടമാണ് പുണ്യ റസൂലിന്. ഭയങ്കരല്ല ആ പ്രേമം. ഞാൻ പിന്നെ പറഞ്ഞു തരും. കരഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യന്മാർക്ക് റസൂലുള്ളാഹിന്റെ പ്രേമത്തെ വായിക്കാൻ കഴിയില്ല. ഓ യാ അല്ലാഹ്, അത് സഹിക്കാൻ കഴിയില്ല. ഭയങ്കര. ഖദീജ ബിബിയോടുള്ള നബിയോടുള്ള പ്രേമം ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് നാളെയൊക്കെ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ വിഷയത്തിലേക്ക് കയറാൻ പോവാണ്. അത് നിങ്ങൾക്ക് കരഞ്ഞിട്ടല്ലാതെ കേൾക്കാൻ കഴിയില്ല. ഒരു വീട്ടിൽ ഖദീജ അല്ലെങ്കിൽ എന്തോ ആ വീട്ടിൽ രസമുള്ളത്. ഉള്ള സിനിമാ നടികളെയും നടന്മാരെയും ഒക്കെ പേര് ഓരോന്നും വീട്ടിൽ കയറ്റിയിട്ട് എന്താണോ ആ വീട്ടിൻ്റെ ഒക്കെ അർത്ഥം. ഇനിയിപ്പോൾ ഒരു പുതിയ സമാനിൽ അങ്ങനെയൊക്കെയാണ് വരിക. ഇനിയിപ്പോൾ ഒരു പുതിയ സമാനിൽ അങ്ങനെ ഇപ്പം തന്നെ അങ്ങനെ വന്നു തുടങ്ങി. ഇപ്പം മൂല്യന്മാരെ പേര് തന്നെ സിനിമാ നടന്മാരെ പേര് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ ഒരു പിരാന്തിന് 25 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്ക്. അക്കാലത്ത് ഉണ്ടായ കുട്ടിക്ക് സിനിമാ നടനെ പേരിട്ടുണ്ടാവും ബാപ്പ. പിന്നെ ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ മൂല്യർ വെച്ചിട്ടുണ്ടാവും. സിനിമാ നടന്റെ പേരുള്ള മൂല്യരെ എനിക്കറിയാം. സിനിമാ നടന്റെ പേരുള്ള മുസ്ലിയാരെ എനിക്കറിയാം. ആ പേര് ബദരീങ്ങൾക്കും ഹദീങ്ങൾക്കും ഇല്ല. പിന്നെ എങ്ങനെ ആ പേരിട്ടു? അംജദ് ഖാൻ എന്നൊരു കുട്ടിക്ക് പേരിട്ടും സങ്കല്പിക്ക്. ഒരു ഉദാഹരണം പറയാ. അങ്ങനെ പേരുണ്ടായിട്ട് പറയല്ല, ഒരു ഉദാഹരണമാണ്. ചിന്തിക്കാൻ ചെറിയ വലിയ അർത്ഥമുണ്ട്. അംജദ് ഖാൻ എന്നത് ഇന്ത്യയിലെ ഒരു ആക്ടറായിരുന്നു പണ്ടത്തെ. ഇപ്പം ഉണ്ടോ അയാൾ? ചോദിച്ചിട്ടുണ്ടോ? ഒരു ഒരു ആക്ടറാണ് എന്ത്, ഒരു പണ്ടത്തെ ഒരു ആക്ടറാണ് എന്ത്, അംജദ് ഖാൻ എന്നൊരു പേരിട്ട് ഒരു ബിഫോർ 25 years ഒക്കെ മനസ്സിലാണ്ട് പറഞ്ഞത്. ഒരു ആക്ടറാണ് എന്ത്, അയാളെ ഏതോ ഒരു ഫിലിം കണ്ടു വന്നപ്പോൾ കുട്ടി ജനിച്ച്, അപ്പോൾ അവൻ എന്ത് പേരിട്ട്? അംജദ് ഖാൻ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ദൗർഭാഗ്യവശാൽ ഇയാൾ മൂല്യരെ ഓതാൻ പോയി. പിന്നെ എന്തായി? അലാലിമുല്ല അല്ലാമ അംജദ് ഖാൻ മുസ്ലിയാർ ഇന്ന് വൈകുന്നേരം ദുആക്ക് നേതൃത്വം നൽകുന്നു പറയേണ്ടി വന്നു എന്ന് സങ്കല്പിക്ക്. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. ഞാൻ തെക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ വടക്കെന്നാണ് ആലോചിക്കേണ്ടത്. ഞാൻ തെക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ വടക്കെന്ന് ആലോചിക്കണം. ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. മനുഷ്യൻ്റെ അന്തമല്ല. ഞങ്ങളെ നാട്ടിൽ ഭയങ്കര മീശുള്ള രസം വന്നിരുന്നു ഒരു 30 കൊല്ലം മുമ്പ്. അങ്ങനെ അന്നൊരു 4-5-6-8 കൊല്ലം ജനിച്ച കുടുംബങ്ങളിലൊക്കെ ഏകദേശമൊക്കെ എസ്ഐയുടെ പേരാ. കാരണം അയാൾക്ക് ഭയങ്കര കൊമ്പമീശ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ താരാരാധനയാ, ഒരു വീരാരാധനയാ. ഇപ്പം ആ പേരിലൊക്കെ മൂല്യന്മാരും ഒക്കെ ഉണ്ടാകാം. മനസ്സിലായില്ല? എന്ത് ബാപ്പ അങ്ങനെ പേരിട്ടു, ഇയാളെ കൊമ്പമീശ കണ്ടിട്ട് അങ്ങനെ പേരിട്ടു, ഒരു വീരാരാധന. പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എസ്ഐന്റെ പേരിടുക. എവിടുന്ന ഈ പേര് കിട്ടിയത്? സിനിമ നടന്റെ പേര്. നിങ്ങൾ കണ്ടോളി ഇതൊക്കെ ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് വരും. മനുഷ്യർക്ക് ഒരു ബോധമില്ല, മനുഷ്യന് അന്തല്ല. അപ്പൊ ഇനി അയാളെ പേര് കണ്ടിടും. എന്റെ കാരണം അതൊരു കാലത്തെ ഒരു അവസ്ഥക്ക് വന്നതാണ്. ഇത് എന്ന് വന്നെന്നറിയില്ല, എന്ന് പോയി എന്നും അറിയില്ല. ഈ ആളുകളൊക്കെ വന്ന മാതിരി പോവുകയും ചെയ്യും. ഇതൊക്കെ ചാലിയാറിലെ വെള്ളം പോലെയാണ്. ഒരു കയറ്റം ഒരു ഇറക്കം.
പിന്നെ അങ്ങനെ നടക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം വെള്ളമുണ്ട്, കാരണം മണൽ കുറച്ച് എടുത്ത് പോയതുകൊണ്ട് വെള്ളം കുറച്ച് നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അടിസ്ഥാനപരമായി ചാലിയാറിൽ വെള്ളമല്ല, മണലെടുത്തുകൊണ്ട് കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ട്, അത്ര തന്നെ. എന്നതുപോലെയാണ് ഈ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ നേരെ മറിച്ച് ഖദീജ, ഫാത്തിമ, ആയിഷ, എന്താണ് എൻ്റെ ഒക്കെ വില? ആ വീട്ടിൽ ആരുണ്ടാകും? മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അവരൊക്കെ ഹബീബ റസൂലുള്ളാഹിന്റെ ആശിഖത്തുകളായ പെണ്ണുങ്ങളല്ലേ, റസൂലുള്ളാഹിക്ക് അവരെ ഇഷ്ടമല്ലേ? ഖദീജ ബീവിയെ പറ്റി പറഞ്ഞത് അതിന്റെ ഒരു ഭംഗി ആലോചിക്കും. ഖദീജയോടുള്ള പ്രേമം എനിക്ക് റിസ്ക്കാക്കപ്പെട്ടിരിക്കുന്നു. പുണ്യ റസൂൽ മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹുമ്മയെ സഹായിക്കട്ടെ. ബാക്കി നാളത്തെ ക്ലാസ്സിൽ നാളെ വിശദമായി ഇതിന്റെ ബാക്കി ഭാഗം പറയും. അതുകൊണ്ട് അന്ത്യനാൾ വരെ അവസാനിക്കാത്ത ഓർമ്മയാണ് ആരുടെ ഓർമ്മ? ഖദീജത്തുൽ കുബ്ര. കോടിക്കണക്കായ ജനങ്ങൾ ഇപ്പോഴും ഖദീജ ബിയുടെ ഓർമ്മയിലാണ്. റളിയല്ലാഹു അൻഹ. ലോകത്ത് പരന്ന് കിടക്കുന്ന കോടാനക്കോടി അഹ്ലു ബൈത്ത് ഖദീജ ബിയുടെ പേരമക്കളാണ്. അവരെല്ലാം ആരെ ഓർമ്മിപ്പിക്കുകയാണ്? മഹദിയായ ഖദീജത്തുൽ കുബ്ര. وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة بعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع وباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء. الله يبرسون يا رب الرحمن إذن سيكريكم يا رب.